സാർ നമ്മളിപ്പോൾ തൃശ്ശൂർ സാറിൻ്റെ ഒരു നാടകകാലം നമ്മൾ പറഞ്ഞു. തൃശ്ശൂർ തന്നെയാണ് സാറിൻ്റെ ഔദ്യോഗിക ജീവിതത്തിലും പ്രധാനപ്പെട്ട ഒരു കാലം ഉണ്ടായിരുന്നു അല്ലേ സാർ? അവിടുത്തെ പോലീസ് ക്യാമ്പിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിനി സംസാരിക്കേണ്ട വിഷയം തീർച്ചയായിട്ടും സാറിൻ്റെ ഔദ്യോഗിക ജീവിതമാണ്. സാറ് സബ് ഇൻസ്പെക്ടറായിട്ടാണ് ആദ്യം സർവീസിൽ ജോയിൻ ചെയ്യുന്നത് അല്ലേ? അതെങ്ങനെ ടെസ്റ്റ് എഴുതിയിട്ടാണോ സാറ്? ടെസ്റ്റ് ആണല്ലേ. ആദ്യത്തെ പോസ്റ്റിംഗ് എവിടെയായിരുന്നു സാറിന്? ആദ്യത്തെ പോസ്റ്റിംഗ് ഞാൻ മലപ്പുറത്താണ്. ഈ ക്യാമ്പ് ചെയ്തായതുകൊണ്ട് മലപ്പുറം അവിടെ നിന്നുള്ള ഒരു പല ഇതുണ്ട്, അവിടേക്കാണ് ജോലി ചെയ്തിട്ടുള്ളത്. സാറിനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സാത്വികനായിട്ടുള്ള മനുഷ്യൻ, ഒരു പോലീസ് ഓഫീസർക്ക് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്ന ഒരു ഗൗരവമോ അതല്ല. ഞാൻ ഈ പറഞ്ഞതിനോട് വിപരീത അഭിപ്രായം എനിക്കുള്ളത്. പോലീസിനെ കണ്ട തല്ലുന്ന അല്ലെങ്കിൽ മൃഡനായ ഒരു മുഖം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അല്ല, പൊതുവെ ഇന്ന് പോലീസിന്റെ മോശമായ ആൾക്കാർ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തല്ലിയിട്ടില്ലെങ്കിലും പൊതുവെ ഒരു പ്രതിയെ പിടിച്ചുകൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസുകാർ തല്ലി പരുവാക്കിയെന്നാണ് രാഷ്ട്രീയക്കാരൊക്കെ പറയുന്നത് അല്ലേ, മാധ്യമങ്ങൾ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനം വിചാരിക്കുന്നത് ഇപ്പോഴും തല്ലുന്നുണ്ടെന്നുള്ളതാണ്. പണ്ടൊക്കെ ഒരുമാതിരി വളരെയായിട്ടുള്ള ശിക്ഷാവിധികളൊക്കെ ഉണ്ട്. ഇവിടെ അല്ല, ഫോറിൻ കൺട്രീസൊക്കെ ഒരാളെ ഒരു വലിയ ഇടുങ്ങിയ മുറി കൊണ്ട് കിടത്തിയിട്ട് ഈ 10-15 ജെറ്റിൻ്റെ ശബ്ദം ആ മുറി കേൾക്കുക. നമുക്ക് ഒരു ജെറ്റിൻ്റെ ശബ്ദം കേട്ടാൽ തന്നെ സഹിക്കാൻ പറ്റില്ല. ഒരു 10-12-20 ജെറ്റ് ഒരുമിച്ച് ഉറക്കുന്ന ആ ഒരു ശബ്ദം നമ്മുടെ ചെവി കേട്ടാൽ ഒരു പൊട്ടിപ്പോയി, ചോരയൊക്കെ വരും, വേണം മരിക്കും. അങ്ങനെയൊക്കെയായിരുന്നു. അതൊരു എന്താ പറയുക, പൈശാചികമായ ശിക്ഷാരീതികളൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഒന്നുമില്ല, ഫോറിലൊന്നും ഇല്ല ഇപ്പോഴും. സാർ റിട്ടയർ ചെയ്തത് DSP ആയിട്ടാണ്? അല്ല, SP ആയിട്ട് റിട്ടയർ. തൃശ്ശൂർ SP ആയിട്ട് വോളണ്ടറി റിട്ടയർമെൻ്റ് ആയിരുന്നു? അല്ല, 31 വർഷം. ഓ, അങ്ങനെ. അല്ല, 5 വർഷം ലീവ് എടുക്കേണ്ടി വന്നു. 5 വർഷം എന്ന് പറഞ്ഞാൽ അന്ന് പടം ഒരുപാടുണ്ടായിരുന്നു. ഓക്കെ, ആ സമയത്ത് ലീവ് എടുത്തു. ഒരു മാസം 2 പടമൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. വർഷത്തിൽ 26 പടം 27 പടമൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. സാറിൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള ആ കാലഘട്ടത്തിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലുണ്ടായിരുന്ന സുഹൃത്തുക്കൾ അവരോട് വന്നിട്ടുണ്ട്. നമുക്ക് അവരിങ്ങോട്ട് സ്വാഗതം ചെയ്യാം. ആയിക്കോട്ടെ. അടുത്തതായി നമുക്ക് സ്വാഗതം ചെയ്യാം വർമ്മ സാറിൻ്റെ സഹപ്രവർത്തകരും സുഹൃത്തുക്കളുമായ പോലീസ് ഉദ്യോഗസ്ഥർ. ഒരു 3 പേരും ക്യാമ്പിലാണ്. ഞങ്ങളെല്ലാവരും ഒരേ ടെസ്റ്റ് എഴുതി പാസ്സായി SI ആയവരാണ്. ഒരേ കാലഘട്ടത്തിൽ റിട്ടയർ ചെയ്തു. സാർ പലതരം വേഷങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അച്ഛനായിട്ടും മുത്തച്ഛനായിട്ടും അമ്മാവനായിട്ടും അങ്ങനെ കുറേ റോളുകൾ, അതേപോലെ തന്നെ പോലീസ് റോളുകളിലും അഭിനയിച്ചിട്ടുണ്ട് സാറ്. അപ്പോൾ ഈ പോലീസ് വേഷങ്ങൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും സാർ പോലീസ് ഓഫീസറായിട്ട് പെർഫെക്റ്റ് ആയിരിക്കും. മറ്റു വേഷങ്ങൾ ചെയ്യുമ്പോൾ എങ്ങനെയാണ് നിങ്ങളെ അദ്ദേഹത്തെ കാണുമ്പോൾ തോന്നിയിട്ടുള്ളത്? ആദ്യം തന്നെ എനിക്കൊരു മനസ്സിനൊരു സന്തോഷം ഉണ്ടായത്, കാക്കിക്കുപ്പായത്തിനകത്തും കലയുണ്ട് എന്ന് ഞങ്ങളുടെ ബാച്ചിൽ ഒരാൾ തെളിയിച്ചു എന്നുള്ളത്. അതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം സാധാരണ രീതിയിൽ കാക്കിക്കുപ്പായത്തിനകത്ത് കിടന്ന് മനസ്സും ശരീരവും മുരടിച്ചു പോകും. അപ്പോൾ ഏതായാലും നമുക്ക് ഇപ്പോൾ പോലീസ് ഓഫീസർ എന്നുള്ള രീതിയിൽ സാറ് പോലീസ് വേഷം കുറേ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ക്ലിപ്സ് ഉണ്ട് ഇവിടെ, ചില പോലീസ് വേഷങ്ങൾ. അതിപ്പോൾ ഇവർ സാറിൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകരായ പോലീസ് ഓഫീസേഴ്സിൻ്റെ മുമ്പിൽ വെച്ച് നമ്മൾ കാണുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ പോലീസ് ഓഫീസറായിട്ട് സാറ് കുറേ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ടാവും അല്ലേ? ഒരുപാട് പടത്തിൽ അഭിനയിച്ചു. ഒരുപാട് വെച്ചാൽ മറ്റുള്ള വേഷങ്ങളെ അപേക്ഷിച്ച് കുറവാണെന്ന് മാത്രമുള്ളത്. എനിക്കൊന്ന് പറയാനുള്ളത്, വർമ്മ സാർ പോലീസിൽ ചേർന്നില്ലായിരുന്നുവെങ്കിൽ ഇതിനേക്കാളേറെ പ്രശസ്തനായ കലാകാരനായി മാറും. ഈ പോലീസിലെ സേവനത്തിൽ യാതൊരു വീഴ്ചയും വരാതെ കൈകാര്യം ചെയ്തിട്ടായിട്ട് ഞങ്ങൾക്കറിയാം. അപ്പോൾ അത് കാരണം ഇതിൽ അത്ര ശ്രദ്ധിക്കാൻ ഒക്കില്ല. അതേസമയം ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തിരുന്നെങ്കിൽ ഏറ്റവും ഉന്നതനായ ഒരാളായി തീർന്ന് പരമവിശിഷ്ട സേവാ മെഡലൊക്കെ കിട്ടുമെന്ന് പറയുന്നില്ല, ആ രീതിയിലേക്ക് ആയിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. ഞങ്ങളെല്ലാം പറയുമ്പോഴത്തേക്ക് തമാശയിൽ പോലീസിൻ്റെ ചുവയൊക്കെ ചിലപ്പം വരും. പക്ഷേ വർമാജിയുടെ നാക്കിൽ നിന്ന് ഒന്നും വരില്ല. ഇല്ല, അത് അതിൻ്റേതായിട്ടൊരു രീതി അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം മറക്കാനൊക്കാത്തൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. എന്തെല്ലാം സംഗതി ഉണ്ടായാലും അദ്ദേഹത്തിൻ്റെ ആ സ്വഭാവ രീതി, വേറിട്ട വ്യക്തിത്വം എന്ന് നമ്മൾ പറയാറില്ലേ, വേറിട്ട വ്യക്തിത്വം, അതാണ് താഴ്മ, വിനയം. ഒരു അഹന്ത എന്നുള്ള ഒരെണ്ണം അദ്ദേഹത്തിൻ്റെ ഡിക്ഷണറിയിലില്ല. അഹന്ത എന്ന് പറഞ്ഞാൽ അഹങ്കാരം, കോപം, ഞാനെന്ന ഭാവം, പ്രതികാരം, ഇതെല്ലാം ഇതിൻ്റെ അഹന്തയുടെ പര്യായപദങ്ങളാണ്. ഇതൊന്നും അദ്ദേഹത്തിൻ്റെ ഡിക്ഷണറിയിലില്ല. ഇത്ര ലാളിത്യം, സ്വഭാവത്തിൽ ലാളിത്യം കൂടുന്തോറും അദ്ദേഹത്തിൻ്റെ മഹിമ കൂടുകയാണ്. ഞങ്ങളുടെ കൊലീഷ് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തെക്കുറിച്ച് എത്ര പറഞ്ഞാലും അത് കൂടുതലാകില്ല. അത്
അത് കലാകാരനും കൂടി ആയതുകൊണ്ട് തന്നെയാണ് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം പോലീസുകാരൻ മാത്രമായതുകൊണ്ടല്ല. ആ ക്യാരക്ടർ അല്ല എനിക്കൊന്നും കിട്ടിയിട്ടില്ല അത്ര. അല്ല അങ്ങനെയല്ല, മാത്രമല്ല ഈ കലാകാരൻ്റെ ഇത് ഉള്ളിലുള്ളത് കൊണ്ട് സബാർഡിനേറ്റ്സിനോടും പബ്ലിക്കിനോടുമുള്ള പെരുമാറ്റത്തിൽ വളരെയേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. അതെ അതെ, അത് തിരിച്ചറിയാൻ കഴിയും. ഒരു റൂഡ് പോലീസ് ഓഫീസർ എന്ന് പറയാനൊക്കെ ഒരിക്കലും ആവില്ല. ടി രവി ഒരു കഥ കൂടെ പറഞ്ഞു വരുന്നുണ്ട് എന്നെ പറ്റി. ഞാൻ ഒരു സ്റ്റേഷനിൽ ഇരിക്കാമെന്ന് വിചാരിക്കും. അപ്പം എൻ്റെ ഈ സ്വഭാവത്തിൻ്റെ ഇതിനെപ്പറ്റി പറയാം. ഒരു കള്ളനെ പിടിച്ചിട്ട് വന്നു. 2 അടി കൊടുക്കേണ്ട കേസാണ്. ഒരാൾ പിടിച്ചു സാറിവനാണ് സാധനം. അയ്യോ ഞാൻ സാറിൻ്റെ ആ സിനിമ കണ്ടു കേട്ടോ, ഇന്നത്തെ സിനിമ കണ്ടു കേട്ടോ. പടം ഒന്നാണ് അടേ അയാൾ പോക്കോട്ടെ, അയാൾ എൻ്റെ സിനിമകളാണ് കണ്ടാളാണ് പോയിക്കോട്ടെ എന്നും പറഞ്ഞ് ഞാൻ വിട്ടിട്ടുണ്ട് എന്ന് ടി വിയിൽ ഒരു കഥ നടത്തിയിട്ടുണ്ടല്ലേ? ശരിക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? അല്ല എന്നാലും ഒരു സോഫ്റ്റ് കോർണർ വരില്ലേ? സാറിൻ്റെ സിനിമ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കള്ളം പറയുന്നത് ഇല്ലല്ലേ? അവിടെ പോലീസുകാരനാവും അല്ലേ? അവിടെ കലാകാരൻ എന്നുള്ള കുപ്പായം പറ്റുമോ? ഇല്ല. സബോർഡിനേറ്റ് ഓഫീസറിൻ്റെയും സീനിയർ ഓഫീസറിൻ്റെയും ഒരുപോലെ സ്നേഹം പിടിച്ചു പറ്റാൻ കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് വർമ്മജിക്ക് ഉണ്ടായത്. ഏതായാലും സാറിൻ്റെ കൂടെ വർക്ക് ചെയ്ത കുറച്ചും കൂടി യങ് ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസറും കൂടി ഇവിടെ നമുക്ക് അതിഥിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തെയും കൂടി ഇങ്ങോട്ട് ക്ഷണിക്കാം. ഇവരുടെ കാര്യങ്ങൾ നമ്മൾ കുറേ കേട്ട് കഴിഞ്ഞു അല്ലേ? ഇനി അദ്ദേഹത്തിന് എന്ത് പറയാണ്ടെന്ന് നമ്മൾ കേൾക്കാം. വളരെയധികം സന്തോഷം. അടുത്ത ഈ വേദിയിലെത്തുന്നു DIG ജയരാജ്. സാറിൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള പോലീസ് ഓഫീസേഴ്സിനെ വേറെ കണ്ടു. അപ്പം ഇത്ര യങ് ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസറും എൻ്റെ സഹപ്രവർത്തകനുള്ള എൻ്റെ മിഷനായിരുന്നു, എൻ്റെ സഹപ്രവർത്തകരായിരുന്നു. ഇപ്പം ഞാൻ വഹിക്കുന്ന SP-യേക്കാൾ മുകളിൽ റാങ്കിൽ DI ആയി. ഇപ്പോൾ സാർ എവിടെയാണ്? ഞാനിപ്പോൾ AP ബറ്റാലിയൻ DIG PTC ആണ് ഓഫീസ്. ഞാൻ 85 സർവീസ് വന്നു. ഇദ്ദേഹം എൻ്റെ ഗുരുനാഥനായിട്ടുണ്ടായിരുന്നു. ആ കലാഹൃദയം കലാകാരൻ്റെ ഞങ്ങൾ വൈകുന്നേരമൊക്കെ ചില സമയത്തൊക്കെ ഇങ്ങനെ ഇദ്ദേഹത്തിൻ്റെ പാട്ടൊക്കെ കേട്ടിരിക്കുമായിരുന്നു. ചെറിയ ഞങ്ങൾ ഏജ് വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും നല്ലൊരു സഹപ്രവർത്തകൻ എന്നുള്ളതായിരിക്കും. മോർ ദാൻ ദാറ്റ് ഒരു ഗുരു ശിഷ്യ ബന്ധം നല്ല രീതിയിലുണ്ടായിരുന്നു. തൃശ്ശൂർ തന്നെ കുറച്ചു കാലം തൃശ്ശൂർ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു പോലീസ് ഓഫീസർ കലാകാരനാകുമ്പോൾ പ്രത്യേകിച്ചും ഈ കലാപ്രവർത്തനങ്ങൾ വല്ലതും ഉണ്ടായിരുന്നോ? അതോ ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത് നാടകമൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അതിനുശേഷം പിന്നെ പഠിത്തത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തപ്പോൾ പിന്നെ ശരിയായിട്ട് നടത്തില്ല. ഇങ്ങനെ നടന്നപ്പോൾ എൻ്റെ പ്രൊഫസർ തന്നെ പറഞ്ഞു, രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകണം, അല്ലെങ്കിൽ പഠിത്തം മാത്രം നോക്കുക. പോലീസ് ഓർക്കസ്ട്ര ഒന്ന് സംഭവം ഉണ്ടാക്കുന്നുണ്ട്, കേട്ടിട്ടുണ്ടോ? അറിയാം. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഓർക്കസ്ട്ര ആയിരുന്നു. ഇപ്പോൾ നേരത്തെ ഈ ഒരു സമാഗമത്തിൽ IM വിജയം വന്നു. അപ്പം അന്ന് ഇതേപോലെ പോലീസ് ക്ലബ്ബ് ഫുട്ബോളിന് ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിച്ചിരുന്നു എന്ന് പറഞ്ഞല്ലേ? പോലീസ് ഭയങ്കരമായിട്ട് പോലീസ് ടീമിലേക്ക് ഒരു സമയത്ത് കേരള പോലീസിൻ്റെ ഫുട്ബോൾ ടീം എന്ന് പറഞ്ഞാൽ വളരെ ഒരുപാട് പേര് വോളിബോൾ. ഗോപി സെൻട്രൽ DIG ഗോപി വോളിബോൾ കളിക്കാരൻ, ജോസ് ജോർജ് കളിക്കാരനാണ്. അതേപോലെ ഇന്ന് ഒരുപാട് പേരുണ്ട്. ഒരുപാട് ആൾക്കാരുണ്ട്. അതെ അതെ. അല്ല അതുപോലെ തന്നെയാണ് ഈ പോലീസ് ഓർക്കസ്ട്ര വളരെ ഫേമസ് ആയിരുന്നു. അല്ല ഞാനിപ്പോൾ സാറ് പറഞ്ഞപ്പോൾ ആലോചിക്കായിരുന്നു, ഇപ്പോൾ അടിയന്തരാവസ്ഥ കാലത്തിന് ശേഷമാണ് ഈ പറയുന്ന പോലീസ് ഓർക്കസ്ട്രയൊക്കെ ഇത്രയും സജീവമായിട്ടുള്ളത്. അപ്പോൾ അടിയന്തരാവസ്ഥ കാലത്താണ് പോലീസിന് ഏറ്റവും കൂടുതൽ പഴി കേട്ടൊരു കാലം. പോലീസുകാർ മനുഷ്യ പറ്റില്ലാത്ത ആൾക്കാരാണ്, അല്ലെങ്കിൽ അത്രമാത്രം ഭീകരരായിട്ടുള്ള ആൾക്കാരാണെന്നുള്ള രീതിയിൽ പോലീസുകാരെ ഒരു ചിത്രം ഉണ്ടായതിന് ശേഷം ഇങ്ങനെ ഒരു കലാപ്രവർത്തനം അല്ലെങ്കിൽ കായികമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ പോലീസ് ഇടപെട്ടിട്ട് ഈ ആധുനിക കാലത്ത് ഇതൊക്കെ ഇല്ല എന്ന് പറയുമ്പോൾ സത്യത്തിൽ വലിയ കഷ്ടമാണ്. എനിക്ക് തോന്നുന്നത് വേണ്ടതാണ് എന്നുള്ളതാണ്. കലാപ്രവർത്തനം വേണ്ടതാണ്. എനിക്ക് പറഞ്ഞാൽ ഇതിനൊക്കെ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. ഈ ജനറേഷനിൽ പുതിയ പുതിയ ആൾക്കാർ ഇപ്പോൾ കലാകാരന്മാർ വളരെ വെറൈറ്റി ആയിട്ടുള്ള ആൾക്കാർക്ക് ജോസഫ് സാറുള്ളപ്പോഴാണ് ഈ കായിക താരങ്ങൾക്ക് ജോസഫ് സാർ, IM വിജയൻ, ഈ പറഞ്ഞ ആൾക്കാർ ഷറഫ് അലിയൊക്കെ വന്നത് കാലത്താണ്. പഴയ പോലീസില്ല, അതിൻ്റെ മുഖച്ഛായല്ല ഇപ്പോൾ. വളരെ മാനുഷികപരമായ കാര്യങ്ങളും അതിൻ്റെ കാരുണ്യപരമായ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നു. കാലഘട്ടത്തിൻ്റെ മാറ്റം അനുസരിച്ച് ഇതിലും പോലീസിലും അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഏതായാലും വളരെ സന്തോഷം ഇതിൽ വന്നതിന്. താങ്ക് യു. ഓക്കെ.